രണ്ട് പ്രധാനപ്പെട്ട പ്രസംഗങ്ങളാണ് ഈ വീഡിയോ. ഒന്നൊരു ക്രിസ്ത്യൻ പുരോഹിതന്റെ, മറ്റൊന്നൊരു ഇമാമിന്റെ. ഡോക്ടർ ഒമർ സുലൈമാൻ പറയുന്നത്, First of all 2.2 million people in Gaza are hostages. Every Palestinian that lives under occupation is a hostage. ജനങ്ങൾ ഇസ്രായേലി ബന്ദികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലസ്തീനിലെ തടവുകാരെക്കുറിച്ചും സംസാരിക്കണം. ഉപരോധത്തിൽ കഴിയേണ്ടി വരുന്ന എല്ലാ പലസ്തീനികളും ബന്ദികളാണ്. ആയിരക്കണക്കിന് കുട്ടികളെ പട്ടാള കോടതികൾ അകാരണമായി ഏകാന്ത തടങ്കലിലിട്ടിരിക്കുന്നു. അവർ ലൈംഗികമായി അതിക്രമങ്ങൾ നടത്തുന്നത് മനുഷ്യാവകാശ സംഘടനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അതിന് യാതൊരു അനന്തരഫലവും ഉണ്ടായില്ല. ഇസ്രായേലിന് ഉപാധികളോടെ സഹായം നൽകുമെന്ന് പറയുമ്പോൾ അതിനർത്ഥം മുഖ്യധാര അമേരിക്കൻ പൊളിറ്റിക്സിന്റെ ഭാഗമാകാൻ ഇന്നും കഴിയാത്ത മുഴുവൻ ജനങ്ങളെയും അത് വിവേചനരഹിതമായി ബോംബ് എറിയില്ല എന്നതാണ്. കുട്ടികളെ അറസ്റ്റ് ചെയ്ത് അവരെ പട്ടാള ജയിലുകളിലേക്ക് അയക്കുകയും ദശാബ്ദങ്ങളോളം അവരെ അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വർഷങ്ങളായി ഇസ്രായേലിനെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അമേരിക്കൻ പൊളിറ്റിക്സിൽ യാതൊരു വിശ്വാസവുമില്ല. ഇസ്രായേൽ അനുകൂല പ്രമേയങ്ങളാണെങ്കിൽ രണ്ട് ചേംബറുകളും അത് അതിവേഗം പാസാക്കും. ഇസ്രായേൽ ബന്ദികളെക്കുറിച്ച് ജനം സംസാരിക്കുമ്പോൾ, പിന്നീട് പലസ്തീനി തടവുകാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഫ്രെയിമിങ്ങിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. ആദ്യം തന്നെ ഗസയിലെ 2.2 ദശലക്ഷം ജനങ്ങളും ബന്ദികളാണ്. ഉപരോധത്തിന്റെ കീഴിൽ ജീവിക്കുന്ന എല്ലാ പലസ്തീനികളും ബന്ദികളാണ്. തട്ടിക്കൊണ്ടുപോയ എല്ലാ സ്ത്രീകളോടും കുട്ടികളോടും ഇസ്രായേൽ ഹീനമായി പെരുമാറുന്നു. അവർക്ക് ന്യായമായ വിചാരണ ലഭിക്കുന്നില്ല. എന്തിനേറെ അവരുടെ കുടുംബത്തോടോ ഏതെങ്കിലും സർക്കാരിനോടോ സഹായം അഭ്യർത്ഥിക്കാൻ പോലും, ഒരു ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല. ഇതെല്ലാം തീർച്ചയായും കുറ്റകൃത്യങ്ങളാണ്. ആ തടവുകാരെല്ലാം ബന്ദികളാണ് എന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് ട്വിറ്ററിൽ വൈറലായൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു സാഹചര്യം നിങ്ങൾ ഓർത്ത് നോക്കൂ. നമ്മളിപ്പോൾ പറയുന്നത് ഹോസ്റ്റേജസും പ്രിസണേഴ്സും എന്നാണ് പറയുന്നത്. ഹമാസ് വിട്ടുകൊടുത്തത് 3 ഹോസ്റ്റേജസ്, 3 ബന്ദികളെ. ഇസ്രായേൽ വിട്ടത് 90 തടവുകാരെയാണ്. സത്യത്തിൽ ബന്ദികളും തടവുകാരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ബന്ദികൾ എന്ന് വെച്ചാൽ തട്ടിക്കൊണ്ട് പോയപ്പെട്ടവരാണ്. അവർക്ക് മനുഷ്യാവകാശങ്ങൾ ഉണ്ടാവില്ല, നിയമങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ബാധകമാവില്ല. പക്ഷേ തട്ടിക്കൊണ്ടുപോയവർക്ക് ഇഷ്ടമുള്ള പോലെ ഇവരെ എന്തും ചെയ്യാം. എന്നാൽ തടവിന് വിധിക്കപ്പെടുന്നവർക്ക് ജയിൽ നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇസ്രായേൽ ജയിലിൽ കിടന്നവർക്ക് തട്ടിക്കൊണ്ടുപോയവരേക്കാൾ ഭീകരമായ അവസ്ഥയായിരുന്നു. കുറ്റപത്രം കിട്ടിയില്ല, ശിക്ഷിച്ചിട്ടില്ല, എന്നിട്ടും അവർ തടവിൽ കിടന്നു. ഭക്ഷണമില്ല, മരുന്നില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. അതിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു, ഒരു കുറ്റവും ചെയ്യാത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും. എന്നാൽ ഹമാസ് പിടിച്ചുകൊണ്ടുപോയി പുറത്തുവിട്ട ബന്ദികൾ, പുറത്ത് വന്ന വിഷ്വൽസ് നമ്മൾ കണ്ടപ്പോൾ അവർ 3 പേരും അത്യാവശ്യം ആരോഗ്യമുള്ളവരായിരുന്നു. പരിക്കുകളൊക്കെ തട്ടിക്കൊണ്ടുപോയപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ 2 വിരൽ മുറിഞ്ഞു പോയതാണ്. മറ്റൊരു സ്ത്രീക്ക് അനസ്തീഷ്യ ഇല്ലാതെ സർജറി വേണ്ടി വന്നു എന്നൊക്കെ അവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പുറത്തു വന്നത് അത്യാവശ്യം ആരോഗ്യത്തോടു കൂടിയാണ്. അതേസമയം ഇസ്രായേലികൾ തുറന്നുവിട്ട ആ തടവുകാരെ എണീറ്റ് നടക്കാൻ പോലും വയ്യാതെയാണ് പുറത്തു വരുന്നത്. പക്ഷെ വലിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഹമാസ് വിട്ട ബന്ദികളുടെ വാർത്തകളും അവരുടെ വിശേഷങ്ങളും ഒക്കെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഇസ്രായേൽ തുറന്നുവിട്ട തടവുകാരുടെ അവസ്ഥ ഭീകരമാണ്. ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മുഖ്യധാര മാധ്യമം അതൊന്നും വാർത്തയാക്കുന്നില്ല. ജയിലിൽ അവരെന്ത് സംഭവിച്ചു, അവർക്ക് എന്താന്ന് പോലും പുറത്തു വരുന്നില്ല. ഡോക്ടർ ഒമർ സുലൈമാൻ പറഞ്ഞതുപോലെ ജീവിതം മുഴുവൻ തടവുകാരായി കഴിയുകയാണ് പലസ്തീനികൾ. എന്നാണത് അവസാനിക്കുക? രണ്ടാമത് നിങ്ങളോട് പറയാനുള്ള വാർത്ത പ്രധാനപ്പെട്ട വാർത്തയാണ്. ട്രംപ് അധികാരത്തിലേറി മനുഷ്യത്വ വിരുദ്ധ നടപടികളും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു എതിർ സ്വരം പോലും സത്യത്തിൽ അതിനെതിരെ ഉയർന്നിരുന്നില്ല. ആ സമയത്താണ് ഇടിമുഴക്കം പോലെ ബിഷപ്പ് മരിയൻ എഡ്ഗർ പുഡ്ഡെ ട്രംപിനോട് സംസാരിച്ച പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. In the name of our God, I ask you to have mercy upon the people in our country who are scared now. There are gay, lesbian, and transgender children in Democratic, Republican, and independent families. Some who fear for their lives. പ്രസംഗം ഇങ്ങനെയാണ്. മിസ്റ്റർ പ്രസിഡന്റ്, അവസാനമായി ഞാനൊരു അപേക്ഷ വയ്ക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. സ്നേഹമയിയായ ദൈവത്തിന്റെ കരങ്ങളെ അറിയുന്നുവെന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞു. നമ്മുടെ ആ ദൈവത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യത്തെ ഭയപ്പെട്ടിരിക്കുന്ന ജനങ്ങളോട് ദയയുണ്ടാകണം. ഇവിടെ ഈ സ്വതന്ത്ര ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ കുടുംബങ്ങളിൽ ഗേയും ലെസ്ബിയനും ട്രാൻസ്ജെൻഡറുമായ കുട്ടികൾ ജീവിക്കുന്നുണ്ട്. ചിലർ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്നു. പിന്നെ ജനങ്ങൾ, നമ്മുടെ മൃതശരീരങ്ങൾ എടുക്കുന്നവർ, നമ്മുടെ ഓഫീസ് വൃത്തിയാക്കുന്നവർ, പോൾട്രി ഫാമിലും ഇറച്ചി പാക്ക് ചെയ്യുന്നിടത്തും പണിയെടുക്കുന്നവർ, റെസ്റ്റോറന്റുകളിൽ നാം കഴിച്ച പാത്രം കഴുകുന്നവർ, ആശുപത്രികളിൽ രാത്രി ഷിഫ്റ്റ് ചെയ്യുന്നവർ, ഇവരൊന്നും പൗരന്മാരല്ലേ? അവർക്ക് മതിയായ രേഖകളും ഉണ്ടാകില്ല. പക്ഷെ ഭൂരിപക്ഷം വരുന്ന കുടിയേറ്റക്കാരും കുറ്റവാളികളല്ല. അവർ നികുതി അടയ്ക്കുന്നു. അവർ നല്ല അയൽക്കാരാണ്. നമ്മുടെ പള്ളികളിലെയും മോസ്കുകളിലെയും സിനഗോഗുകളിലെയും ഗുരുദ്വാരകളിലെയും ക്ഷേത്രങ്ങളിലെയും വിശ്വസ്തരായ അംഗങ്ങൾ കൂടിയാണ് അവർ. തങ്ങളുടെ മാതാപിതാക്കളെ പിടിച്ചുകൊണ്ടു പോകുമെന്ന് ഭയപ്പെടുന്ന
നമ്മുടെ സമൂഹത്തിലെ എല്ലാവരോടും ദയയുണ്ടാകാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ് മിസ്റ്റർ പ്രസിഡന്റ്. യുദ്ധമുഖങ്ങൾ വിട്ടോടി വരുന്നവരെ, പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവരെ അവരുടെ നാട്ടിൽ താങ്കൾ സഹായിക്കുന്നത് പോലെ അവരെ നമ്മുടെ നാട്ടിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം. നമ്മുടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് അപരിചിതരോട് നമ്മൾ കരുണയുള്ളവരായിരിക്കണമെന്നാണ്. ഈ നാട്ടിൽ അപരിചിതർ വരണമെന്നാണ് അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം. എല്ലാ മനുഷ്യരുടെ ആത്മാഭിമാനത്തെ മാനിക്കാൻ ദൈവം നമുക്ക് ശക്തിയും ധൈര്യവും പകരട്ടെ. പരസ്പരം സ്നേഹത്തോടെ സത്യം പറയാൻ നമുക്കാവട്ടെ. ഈ രാജ്യത്തെയും ലോകത്തെയും എല്ലാവരുടെയും നന്മയ്ക്കായി പരസ്പരം വിനയത്തോടെ നടക്കാൻ, ദൈവത്തോടൊപ്പം നടക്കാൻ നമുക്കാകട്ടെ. ആമേൻ. എന്തൊരു മനോഹരമായൊരു പ്രാർത്ഥനയാണിതല്ലേ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ നല്ല ഇഷ്ടമായിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ബിഷപ്പല്ല, ആരെന്ത് പറഞ്ഞാലും ട്രംപാണല്ലോ. ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല. ബിഷപ്പ് സംസാരിക്കുമ്പോൾ തന്നെ ട്രംപിന്റെ നിഷേധമുള്ള ഒരു ശരീരഭാഷ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളിൽ വാർത്തയായി. ട്രംപ് ബിഷപ്പിന് മറുപടിയായി ഒരു വൃത്തികേട് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ട്രംപിന്റെ മറുപടി. ചൊവ്വാഴ്ച രാവിലെ നാഷണൽ പ്രെയർ സർവീസിൽ സംസാരിച്ച ബിഷപ്പ് എന്ന് വിളിക്കപ്പെടുന്നയാൾ തീവ്ര ഇടതുപക്ഷവും കടുത്ത ട്രംപ് വിദ്വേഷിയുമായിരുന്നു. വളരെ ദയയില്ലാത്ത വിധത്തിലാണ് അവർ തന്റെ സഭയെ രാഷ്ട്രീയത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അവരുടെ സ്വരം വൃത്തികെട്ടതായിരുന്നു. അത് കേട്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നതോ മിടുക്കുള്ളതോ ആയിരുന്നില്ല. നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ആളുകളെ കൊന്നൊടുക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം പരാമർശിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. പലരെയും ജയിലിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലും നമുക്ക് ഇടേണ്ടി വന്നു. US നടക്കുന്നത് വലിയൊരു കുറ്റകൃത്യ തരംഗമാണ്. അവരുടെ അനുചിതമായ പ്രസ്താവനകൾ കൂടാതെ അവരുടെ കുർബാന വളരെ വിരസവും പ്രചോദനം നൽകാത്തതുമായിരുന്നു. അവരുടെ ജോലിയിൽ അത്ര മികച്ചതുമല്ല. അവരും അവരുടെ സഭയും പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യത്വമുള്ളൊരു ബിഷപ്പ് ഒരു നല്ല കാര്യം പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറയാ നിങ്ങൾ മാപ്പ് പറയണം, നിങ്ങൾ നല്ല കാര്യം പറഞ്ഞില്ലേ എന്ന്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിനെ പേടിച്ച് അടിമകളായി ജീവിക്കുന്നത് നല്ലത് അന്തസ്സുള്ള ഒരു ബിഷപ്പായിട്ട് ജീവിക്കുന്നതാണ്. അങ്ങനെയല്ലേ?